മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയെ കുറെ എടുത്തു വെച്ചു. ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവോട് യാചം കാണിപ്പാനും നിലത്തിൻ്റെ വിലയെ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. ബാല്യക്കാരെഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അടുക്കൽ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ള, അപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. യെരുശലേമിലെ സഭയിൽ ആയിരക്കണക്കായ ആളുകൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാരണം വിശ്വസിച്ച് സ്നാനപ്പെട്ട ആളുകളെ തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ഇടയായി. എന്തായാലും ദൈവം അത്ഭുതകരമായൊരു വഴി തുറന്നു. യെരുശലേമിൽ സ്നാനപ്പെട്ട് മുന്നോട്ട് വന്ന ആളുകൾ തങ്ങളുടെ നിലം വിറ്റ് അപ്പോസ്തലന്മാർ ആവശ്യപ്പെടാതെ തന്നെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതുകൊണ്ട് അവർ താമസിക്കുന്ന വീടുകളിൽ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുവാനായി അത് മുഖാന്തരം സാധിച്ചു. ലേവ്യനായ ബർന്നബാസ് പോലും തൻ്റെ നിലം വിറ്റ് കൊടുക്കുവാനിടയായ കാര്യമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ 5-ാം അധ്യായത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ 9-ാം അധ്യായത്തിൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ, അതുപോലെ തബീത എന്നൊരു ശിഷ്യ എന്നൊക്കെ എഴുതിയിട്ടുള്ളത് കാണാൻ കഴിയും. ഒരു ശിഷ്യൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ശിഷ്യ എന്ന് ഭാര്യയും വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല. അവർ കർത്താവിനെ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ ശരിക്കും അവർ പഠിച്ചുമില്ല, പ്രായോഗികമാക്കിയുമില്ല. അവർ ഇപ്പോഴും പണത്തെയാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, അത്യാവശ്യം കപടഭക്തി അവർക്കുണ്ടായിരുന്നു താനും. അതായത് ആത്മീക ശിശുക്കളെക്കുറിച്ച് കൊരിന്ഥി ലേഖനത്തിൽ പറയുന്നത് അവർ ജഡീകന്മാരെന്നാണ്. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം കൊരിന്ത്യ സഭയിൽ പകയും പിണക്കവും അതുപോലെ ദുർനടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ശിശുക്കൾക്ക് ചാബല്യങ്ങളുണ്ടായിരിക്കും. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ വളരുവാൻ, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ എന്നാണ്. അപ്പോൾ ഒരു ശിശുവിനെ സംബന്ധിച്ച് അവന് ചാബല്യങ്ങൾ ഉണ്ടായിരിക്കും.
അതുപോലെ യേശുവിനെ കൈക്കൊണ്ട ഒരു പുതിയ ശിഷ്യനെ സംബന്ധിച്ച് പഴയതിൻ്റെ കുറേ സ്വാധീനമൊക്കെ അവനിലുണ്ടായിരിക്കും. അതായത് പകയും പിണക്കവും അല്ലെങ്കിൽ അസൂയയും നിഗളവുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ദൈവവചന പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയും ഒക്കെയാണ് ദൈവം അത് പരിഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആത്മീയമായി എല്ലാവരും വളരണം, പക്വത പ്രാപിക്കണം, യഥാർത്ഥ ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരണം. കർത്താവ് പറഞ്ഞത് നിങ്ങൾ സകലരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാണല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ദമ്പതികൾ അവർ വിശ്വാസികളായിരുന്നു, പക്ഷേ അവർ ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് ഉയർന്നിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വ്യാജഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. അവർ മറ്റുള്ളവർ വസ്തു വിറ്റ് ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് കണ്ടു. അപ്പം അവരെപ്പോലെ ഉള്ള ഒരു ബഹുമതി തങ്ങൾക്കും കിട്ടണം എന്നുള്ള ചിന്തയിൽ, എന്നാൽ അതിനുവേണ്ടിയുള്ള ത്യാഗം സഹിപ്പാനൊട്ട് മനസ്സുമില്ല. അവർ നിലം വിറ്റു എന്നുള്ളത് ശരിയാണ്, പക്ഷേ വിലയിൽ കുറച്ചെടുത്തിട്ട് മുഴുവൻ എന്ന വ്യാജേന അവർ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസിനെ സംബന്ധിച്ച് ആത്മാക്കളുടെ വിവേചനം ഉള്ള ആളായിരുന്നു. അതൊരു കൃപാവരമാണല്ലോ. പ്രത്യേകിച്ച് അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളിലൊന്നും അതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണം. പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കോ നിലം വിറ്റത്? അപ്പോൾ അനന്യാസ് പറഞ്ഞു, ഇത്രയ്ക്കാണ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചിരിക്കുന്നു. വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിരുന്നു, വിറ്റ ശേഷവും നിങ്ങളുടേതായിരുന്നു. അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പക്ഷേ നിങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള വ്യാജേന മുഴുവൻ കൊണ്ടുവന്ന ആളുകളുടെ നിരയിൽ നിങ്ങളുമുണ്ട് എന്ന് ജനത്തിന് തോന്നിക്കത്തക്കവണ്ണം കാപട്യം പ്രവർത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനുഷ്യരോടല്ല, വാസ്തവത്തിൽ ദൈവത്തോടാണല്ലോ നിങ്ങൾ നേർന്നത്, ഞങ്ങളുടെ വസ്തു വിറ്റ് മുഴുവനും ദൈവവേലയ്ക്ക് കൊടുക്കാമെന്ന്. പക്ഷേ ആ ദൈവത്തോടാണ് നിങ്ങൾ വ്യാജം കാണിച്ചത്. തീർച്ചയായിട്ടും അതിന് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു തീരും മുമ്പേ അയാൾ പടഞ്ഞു വീണ് മരിച്ചു. അയാളെ ബാല്യക്കാർ കൊണ്ടുപോയി അടക്കം ചെയ്തു. ഏറെ താമസിയാതെ അവൻ്റെ ഭാര്യ സഫീറ വന്നു. പത്രോസ് അവളോടും ചോദിച്ചു, ഇത്രയ്ക്കോ നിലം വിറ്റത്? അവൾ പറഞ്ഞ, അതെ. നീ എന്തിന് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ, ദൈവത്തെ പരീക്ഷിക്കാൻ ഇങ്ങനെ ഭർത്താവിനോടൊത്തു? അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ കൊണ്ട് കുഴിച്ചിട്ടവരുടെ കാല് ഇതുവരെ കഴുകിയിട്ടില്ല, അവരുടെ കാലിലെ മണ്ണ് ഇതുവരെ മാറിയിട്ടില്ല, അവർ നിന്നെയും കൊണ്ട് കുഴിച്ചിടുമെന്ന് പറഞ്ഞ മാത്രയിൽ അവളും പിടഞ്ഞു വീണ് ചാകാൻ ഇടയായി. ഇവിടെ പത്രോസിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് ആളുകളുടെ പാപത്തെ മോചിക്കാനുള്ള അധികാരം പത്രോസിന് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ്. അങ്ങനെയില്ല. ഒരു വാക്യത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. സകല ശിഷ്യന്മാർക്കും, അതായത് സുവിശേഷം അറിയിക്കുവാനും അതിനാൽ ആളുകൾക്ക് പാപമോചനം സിദ്ധിക്കുവാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോസ്തലന്മാർ വേണം അത് തുടങ്ങി വെക്കാൻ. അത്രയുള്ളതിൻ്റെ അർത്ഥം. ഇവിടെ പത്രോസ് ഇവരുടെ പാപത്തെ ക്ഷമിച്ചു കൊടുത്തില്ലല്ലോ. അനന്യാസേ, സഫീറയെ, നിങ്ങൾ തെറ്റാണ് ചെയ്തത്, ഏതായാലും ഇത്രയിലും കൊണ്ടുവന്നല്ലോ, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളുടെ പാപത്തെ ഞാൻ ക്ഷമിച്ചു എന്നല്ലല്ലോ പത്രോസ് പറഞ്ഞത്. പത്രോസിനറിയാമായിരുന്നു അവർക്ക് മരണശിക്ഷ ഉണ്ടാകും. പത്രോസ് അതിനെ തടഞ്ഞില്ല. ദൈവത്തോടും പറഞ്ഞില്ല, അവരോടും പറഞ്ഞില്ല. കാരണം സഭയ്ക്ക് അതൊരു ഭയമായിരിക്കണം. സഭയെന്ന് പറയുന്നത് ജീവനുള്ള ദൈവം വസിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാൻ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അവിടെ വ്യാജത്തിന് സ്ഥാനമില്ല. സഭ എല്ലാ കാലവും വിശുദ്ധിയുടെ ഒരു വിളനിലം ആയിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാനിടയായത്. ഇത് എല്ലാവർക്കും ഒരു ഭയത്തിനു വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിത വിശുദ്ധി നമ്മുടെ വീട്ടിലും സഭയിലും സമൂഹത്തിലും പുലർത്തുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിഹേതുവായവൻ നീയേ,